ഹലോ. നമ്മുടെ കോമൺ സ്പീച്ചിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് ഇഡിയംസ് ആണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ പഴയതാണെന്ന് ചോദിച്ചാൽ പഴയതും പുതിയതുമായിട്ടൊക്കെ ഉള്ളതുണ്ട്. നമ്മുടെ യൂസേജും നമ്മൾ അതിനെ എത്രത്തോളം ട്രെൻഡി ആക്കുന്നു എന്നുള്ളതിനനുസരിച്ചാണ് ഓരോ വാക്കുകളും എക്കാലത്തും നിലനിൽക്കുന്നത് എന്ന് ഓർക്കുക. സോ ഡോണ്ട് ബി ബോതേർഡ് അബൌട്ട് ദ ഫാക്ട് വെദർ ഈ വേർഡ് പഴയതാണോ പുതിയതാണോ എന്നുള്ളത്. ഒൺലി ബി ബോതേർഡ് ഓഫ് ദ ഫാക്ട് ദാറ്റ് ഇത് ഞാൻ ഉപയോഗിച്ചാൽ, ഞാൻ ആ സന്ദർഭത്തിനനുസരിച്ച് ടൈമിങ്ങിൽ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഹൗ മച്ച് ഓഫ് എൻ ഇഫക്റ്റ് can I cause in my language, അല്ലെങ്കിൽ how much effective can I make my language എന്നുള്ളത് മാത്രം നിങ്ങൾ ബോധേർഡ് ആയാൽ മതി. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ടു ജംപ് ഓൺ ദ ബാൻഡ് വാഗൺ. ഓക്കെ, സോ ഇതൊരു ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് എ ന്യൂ ഇഡിയം. ഇറ്റ്സ് ക്വൈറ്റ് ഓൾഡ്, കുറച്ച് ഓൾഡാണ്. പക്ഷേ ഇതിൻ്റെ യൂസേജ് എന്ന് പറയുന്നത് എക്കാലത്തും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫ്രേസൽ വേർബ് അല്ലെങ്കിൽ ഒരു ഇഡിയോമാറ്റിക് ഫ്രേസാണ്. അതിൻ്റെ റീസൺ എന്താണെന്ന് പറയാം. ടു ജംപ് ഓൺ ദ ബാൻഡ് വാഗൺ എന്ന് പറയുന്നത് ഈസ് ടു ജോയിൻ ദ ന്യൂ ട്രെൻഡ് എന്നാണ്. പുതിയ ട്രെൻഡുകൾ കണ്ടു കഴിഞ്ഞാൽ അതുമായിട്ട് പൊരുത്തപ്പെട്ട് അത് യൂസ് ചെയ്ത് അതിൻ്റെ ഒരു ഭാഗമായി മാറുക. ഐ ഗിവ് യു എ റീസെൻറ്റ് എക്സാമ്പിൾ ആക്ച്വലി. സോ ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് ഒരു ജ്വല്ലറി ഷോപ്പ്, ദേ ആക്ച്വലി കോൾഡ് us ടു ഡു എ പ്രൊമോഷൻ. ആൻഡ് ഇൻസ്റ്റഗ്രാമിലാണ് ഇത് ചെയ്യുന്നത്. ഇൻസ്റ്റഗ്രാം എന്ന് പറയുന്നത് തന്നെ ട്രെൻഡിങ് എന്നുള്ള സാധനത്തിനെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ഒരു ഏരിയ, ഒരു സ്പേസ്, ഒരു പ്ലാറ്റ്ഫോമാണ് എന്ന് ഓർക്കുക. കൂടുതലും അത്രയും ട്രെൻഡ് സെറ്റേഴ്സും അല്ലെങ്കിൽ ട്രെൻഡി ആയിട്ടുള്ള കോൺസെപ്റ്റുകളാണ് വെൽക്കം ചെയ്യുന്നത് ആളുകൾ. ഇത് ഞങ്ങൾ അവരോട് പറഞ്ഞിട്ട് ഒരു രീതിയിൽ അവർ സമ്മതിക്കത്തില്ല. അവർക്കിപ്പോഴും പണ്ടത്തെ പോലെ തന്നെ ജ്വല്ലറി ഇങ്ങനെ ജിമ്മിക്കയിൽ ഇങ്ങനെ തൊടുമ്പോൾ ജിമ്മിക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നു. സോ ആ ഒരു ഓൾഡ് നോഷനിലോടാണ് അവർക്ക് അതിനോട് മാത്രമേ യോജിക്കാൻ പറ്റും. അവർ ആ ഒരു 90s ഇങ്ങോട്ട് വന്നിട്ടില്ല. ആ 90s കോൺസെപ്റ്റ് തന്നെ പിടിച്ചിരിക്കുകയാണ്. ആൻഡ് ഇൻസ്റ്റഗ്രാമിൽ ഇത് ആക്ച്വലി പോകത്തില്ല മുന്നോട്ട്. ആൻഡ് such people, they do not like to jump on the bandwagon because they don't feel that they should be part of a trend. അങ്ങനെയുള്ള ആളുകൾ പെട്ടെന്ന് തന്നെ ഔട്ട്ഡേറ്റഡ് ആയിപ്പോകും. they'll actually lose business or they won't be seen in the new ഒരു ട്രെൻഡ് സെറ്റിംഗ് ആയിട്ടുള്ള ഒരു അറീനയിൽ അവരെ കാണപ്പെടത്തില്ല. they might not be accepted quite well. അവരെ ആളുകൾ പെട്ടെന്ന് ആക്സെപ്റ്റ് ചെയ്യത്തില്ല. സോ ജംപ് ഓൺ ദ ബാൻഡ് വാഗൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ ട്രെൻഡ് എന്തൊക്കെയാണോ അതിനോട് ജോയിൻ ചെയ്ത് അതിനോട് പൊരുത്തപ്പെട്ട് ആ കോൺസെപ്റ്റുകളെ വെൽക്കം ചെയ്തിട്ട് അതുമായിട്ട് ഒരു കോൺസെപ്റ്റിലേക്ക് നമ്മളും ബ്ലെൻഡ് ചെയ്തിട്ട് ബ്രിങ് സംതിങ് ഔട്ട് ദാറ്റ് ക്യാൻ ബി റിലേറ്റബിൾ ടു ദ പ്രസന്റ് കമ്മ്യൂണിറ്റി. ദാറ്റ് ഇസ് കോൾഡ് ടു ജംപ് ഓൺ ദ ബാൻഡ് വാഗൺ. പെപ് ടോക്ക് എന്ന് പറയുന്ന വേർഡ് ഒരുപാട് പേര് കേട്ടിട്ടുള്ള ഒരു വേർഡാണ്. നൗ ഇറ്റ്സ് എ വെരി കോമൺ വേർഡ്, കോമൺലി യൂസ്ഡ് ആണത്. But why do we have to use the word pep talk and how do we use the word pep talk? Now, can I give you an advice അല്ലെങ്കിൽ shall I give you an advice എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്തൊന്നും മാത്രമല്ല, പണ്ടത്തെ കാലത്തെ ആളുകൾക്ക് ഇഷ്ടമല്ല. ബിക്കോസ് ഗെറ്റിംഗ് അഡ്വൈസ് ഇസ് വൺ ഓഫ് ദ മോസ്റ്റ് വേഴ്സ്റ്റ് പാർട്ട്. അല്ലെങ്കിൽ നമ്മൾ അത്ര ഡെസ്പറേറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ ചോദിച്ച് ചെല്ലുവാണെങ്കിൽ മാത്രമേ ഒരു അഡ്വൈസിന് ശരിക്കും പറഞ്ഞാൽ ഇമ്പോർട്ടൻസും സിഗ്നിഫിക്കൻസും ഉള്ളൂ. അല്ലാത്ത പക്ഷം ചുമ്മാ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഓരോ അഡ്വൈസ് വന്ന് തരുന്നത് സംതിങ് ദറ്റ് വി ഡോണ്ട് എൻജോയ്. So rather than that, we can always encourage the person and uplift the person from the situation. ഇപ്പം ആയിരിക്കുന്ന സിറ്റുവേഷനിൽ നിന്ന് നമുക്ക് ആ വ്യക്തിയെ എൻകറേജ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ആ വ്യക്തിയെ ഒന്ന് അപ്ലിഫ്റ്റ് ചെയ്യാം. ആൻഡ് ഇൻ ഓർഡർ ടു ഡു ദാറ്റ് വി കൻ ഡു എ ലിറ്റിൽ ബിറ്റ് ഓഫ് പെപ് ടോക്ക്. പെപ് ടോക്ക് എന്ന് പറയുന്നത് is a kind of a speech that you give to another person where you encourage the person to get out of the സിറ്റുവേഷനകത്തുനിന്ന് പുറത്ത് വരാൻ നമ്മൾ കൊടുക്കുന്ന ഒരു എൻകറേജ്മെന്റ്. ഒരു പെപ് ടോക്ക് നമ്മൾ പറയത്തില്ല, നമ്മളൊന്ന് ട്രിഗർ ചെയ്ത് വിട്ടു എന്ന് പറയും, നമ്മളൊന്ന് ഇളക്കി വിട്ടു, അവനെ ഒന്ന് അവനൊരു ഒരു കോൺഫിഡൻസ് ഒക്കെ കൊടുത്തു വിട്ടു എന്നൊക്കെ പറയുമ്പം we can actually say the word pep talk. So rather than saying shall I give you some advice എന്ന് പറയുന്നതിന് പകരം do you want me to give you a pep talk എന്ന് പറയാം. and here is a pep talk for you എന്ന് പറഞ്ഞ് സംസാരിക്കാം. So pep talk is always something that you do to encourage or uplift a person's broken spirit. The next idiomatic phrase is called elbow room. നമ്മൾ പൊതുവെ പറയത്തില്ല ബസ്സിൽ ഓടി നടക്കാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കിടന്നു പോകാനുള്ള സ്ഥലം ഉണ്ടായിരുന്നു, which actually means that there was enough of space to walk around, അല്ലെങ്കിൽ ഭയങ്കര സ്പേഷ്യസ് ആയിരുന്നു എന്നൊക്കെ പറയുന്നത്. room for a lot of people, even more room for others to actually join in എന്നുള്ള രീതിയിലാണ്. So it means that there is adequate space.
സോ എൽബോ റൂം എന്ന് പറയാം. ലൈക്ക് ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഒരാളെ പാർട്ടിക്ക് വിളിച്ചു ആൻഡ് 10 പേരെ വിളിച്ചു എന്നിരിക്കട്ടെ, ആൻഡ് ഒരാളിങ്ങനെ മാറി നിൽക്കുകയാണ്. അപ്പോൾ അയാളോട് പറയാണ്, ഹേ യു ക്യാൻ ഓൾസോ ജോയിൻ ദ പാർട്ടി, ദർ ഇസ് എൽബോ റൂം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിനക്കും കൂടെ വരാം, ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, ഇനി ഒരാൾ കൂടെ വരാനുള്ള സ്ഥലമുണ്ട്, ഇനി ഒരു 10 പേർ കൂടെ വരാനുള്ള സ്ഥലമുണ്ട്. സോ യു ക്യാൻ ഓൾസോ ജോയിൻ ദ പാർട്ടി എന്ന് പറയാം. ദർ ഇസ് എൽബോ റൂം, വിച്ച് മീൻസ് ദർ ഇസ് എ ലോട്ട് ഓഫ് സ്പേസ്, adequate space, enough space. So don't bother about the space, just join for the party and enjoy. So the next one is I smell a rat. I smell a rat, which means something is not right. എന്തോ കാണുന്നത് പോലെ അല്ല കാര്യങ്ങൾ. A few years back, I was enjoying my food in a restaurant, and ഞങ്ങൾ ഫ്രണ്ട്സ് ഇരുന്ന് എൻ്റെ ഓപ്പോസിറ്റ് സൈഡായിട്ട് ഒരു മിഡിൽ ഏജ്ഡ്, പ്രോബബ്ലി ഒരു 50 to 50 late 50s ഒരു മനുഷ്യനും പിന്നെ ഒരു 15 years ഉള്ള ഒരു പെൺകുട്ടി, +1 +2 പഠിക്കുന്ന ഒരു പെൺകുട്ടി യൂണിഫോമിൽ വന്നിരുന്നു. They were having ice cream, they were talking, they were chatting, but as ഒരു മൊമെന്റ്, ഒരു സ്പർ ഓഫ് എ മൊമെന്റിൽ നമ്മളിങ്ങനെ ആളുകളെ ഇങ്ങനെ ചുറ്റും നോക്കുമ്പോൾ നമ്മുടെ കണ്ണ് എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലും ശരിയല്ല എന്ന് തോന്നുമ്പോൾ നമ്മളൊന്ന് ഓടക്കി പിടിക്കുമല്ലോ നമ്മുടെ കണ്ണ്. എന്ന് പറഞ്ഞാൽ ഒരു സ്പർ ഓഫ് എ മൊമെന്റ് ഐ ജസ്റ്റ് ലിഫ്റ്റഡ് അപ്പ് മൈ ഹെഡ് ജസ്റ്റ് ടു ലുക്ക് അറൗണ്ട്. ചുമ്മാ ഇങ്ങനെ ഓടിച്ചു വിട്ടെല്ലാം ഒന്ന് നോക്കാം എന്ന് കരുതി ഇങ്ങനെ നോക്കുമ്പം ഞാൻ ഈ സൈഡിലുള്ള ഇവർ രണ്ടുപേരും ശ്രദ്ധിച്ചു. ആൻഡ് ദ മാൻ കെപ്റ്റ് ടച്ചിങ് ദ ഗേൾസ് പ്രൈവറ്റ് പ്ലേസസ് വിച്ച് ഡിഡ്ന്റ് ലുക്ക് ലൈക്ക് ഇറ്റ് വാസ് എ ഫാദർ ആൻഡ് ദ ഡോട്ടർ ഓർ ഗ്രാൻഡ് ഫാദർ ഓർ ദി ഗ്രാൻഡ് ഡോട്ടർ. സോ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞു, ഇത് കണ്ടോ, ഇത് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് റൈറ്റ്, ഐ സ്മെൽ എ റാറ്റ്, വിച്ച് മീൻസ് ഐ ഡോണ്ട് ഫീൽ ഇറ്റ്സ് റൈറ്റ്. എന്തോ കുഴപ്പമുള്ളതുപോലെ എനിക്ക് തോന്നുന്നു. മൈ ഫ്രണ്ട്സ് said, no, they just father and daughter. I said, no, father and daughter would never do such things. A father and I have a father, a lot of us have fathers. Who touches in those private areas, which seemed very bad. So ഞങ്ങൾക്ക് ആ സമയത്ത് we had a phone number where we can actually call and report ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ. വി ടുക്ക് ദ ഫോൺ ആൻഡ് ഐ വാണ്ടഡ് ടു നോ ഇഫ് ഇറ്റ് ഇസ് എന്താ പറയുന്നത്, ശരിയായിട്ടുള്ള ഒരാളാണോ, ഇത് പ്രോപ്പറായിട്ടുള്ള ആളാണോ എന്നൊക്കെ അറിയാൻ എന്താ പറയുക, എനിക്ക് ഐ വാസ് ക്യൂരിയസ് ആൻഡ് ഐ വാസ് ഓൾസോ കൺസേൺഡ് അബൌട്ട് ദ ഗേൾ ഹു വാസ് സിറ്റിംഗ് റൈറ്റ്. ഷീ ഈസ് മൈനർ ആക്ച്വലി, 15 years അല്ലേ ഉള്ളൂ. ആൻഡ് ഐ ടുക്ക് ദ ഫോൺ ആൻഡ് ഐ ലൗഡ്ലി സെഡ് ദാറ്റ് ഞാൻ ഇങ്ങനെ സ്ഥലത്തായിരിക്കുന്നത് ആൻഡ് ഞങ്ങൾക്ക് സംശയപ്രദമായിട്ടുള്ള ഒരു കാര്യം, ഒരു സ്ഥലം. സോ ഐ കെപ്റ്റ് ലുക്കിംഗ് അറ്റ് ദ മാൻ. ഞാൻ ആ മനുഷ്യനെ നോക്കിയാണ് ഇത് പറയുന്നത്. ആൻഡ് കുറച്ച് കഴിഞ്ഞപ്പോൾ ദിസ് മാൻ ഹേർഡ് മൈ കോൺവെർസേഷൻ ഓവർ ദ ഫോൺ, ആൻഡ് വാട്ട് ഹി ഡിഡ് ഇസ് ഹി stood up and he left the place. അയാൾ എഴുന്നേറ്റിട്ട് അവിടുന്ന് അയാൾ ഓടിപ്പോയില്ല, പക്ഷെ അയാൾ സ്പീഡ് നടന്നങ്ങ് പോയി, ഇറങ്ങി അങ്ങ് പോയി. And the girl sat there and the girl kept looking at me and others helplessly. So I understood that this was actually a trap, some sort of a trap. So ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ, like things that don't look or appear right, അങ്ങനെയുള്ള സെനാരിയോയിനാണ് നമ്മൾ പറയുന്നത് ഐ സ്മെൽ എ റാറ്റ്. മീൻസ് സംതിങ് ഇസ് നോട്ട് റൈറ്റ്. നമ്മൾ ആ കാണുന്നത് പോലെ അല്ല കാര്യങ്ങൾ, സംതിങ് ഇസ് നോട്ട് റൈറ്റ് എന്ന് തോന്നുന്ന മൊമെന്റ്സിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു ഇഡിയോമാറ്റിക് ഫ്രേസ് ആണിത്. ദ നെക്സ്റ്റ് വൺ ഇസ് കീപ്പ് അപ്പ് അപ്പിയറൻസസ് എന്ന് പറയും. Now this is a this phrase is actually very close to my heart. അതിൻ്റെ റീസൺ എന്താണെന്ന് ഞാൻ പറയാം. നമ്മളൊരിക്കലും ഇങ്ങനെ ഭയങ്കര റിച്ച് ആയിരുന്ന സമയത്ത് ബ്രാൻഡഡ് ആയിട്ടുള്ള ക്ലോത്ത്സ് ഇടും, നന്നായിട്ട് നടക്കും. ഇറ്റ്സ് വെരി ഈസി അല്ലേ, കാശ് നല്ലപോലെ കയ്യിൽ വരുമ്പോൾ നമുക്ക് ഇറ്റ്സ് വെരി ഈസി ടു ഗോ ടു എ ഷോപ്പ് ആൻഡ് ഗെറ്റ് നല്ല ക്ലോത്ത്സ് ആൻഡ് വെൽ ഡ്രസ്ഡ് ആയിട്ട് നടക്കുക. ഓരോ ദിവസവും നമുക്ക് വേണമെങ്കിൽ ഓരോ ഡ്രസ്സ് വെച്ചിട്ട് വാങ്ങിച്ചിടാം. ബട്ട് ദാറ്റ് ഈസ് ഈസി. പക്ഷെ ഡിഫിക്കൽട്ട് എന്താണെന്നറിയാമോ, ഇതേ വ്യക്തി, ഈ റിച്ച് ആയിട്ടുള്ള വ്യക്തി ഒരു സന്ദർഭത്തിൽ കംപ്ലീറ്റ്ലി നഷ്ടത്തിലായി കഴിഞ്ഞാൽ, എല്ലാം നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ, വെൻ ദേ ഗോ ഇൻ ടു എ വെരി ഒരു പോവർട്ടി ലൈനിലേക്കൊക്കെ കയറി കഴിയുമ്പം അന്നേരവും ആ പഴയ ആ ഒരു അപ്പിയറൻസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഇസ് വെരി ഡിഫിക്കൽട്ട്. ബിക്കോസ് പീപ്പിൾ ക്വിക്ക്ലി നോട്ടീസസ് നമ്മൾ ഒരേ ഡ്രസ്സ് തന്നെ പല തവണ ഇടുന്നത് കാണുമ്പം. സംടൈംസ് ദേ ഈവൻ പാസ് കമൻറ്റ്സ് ഓൺ ഇറ്റ്. അതിനെപ്പറ്റി വലിയ റൂഡായിട്ടുള്ള കമൻറ്റ്സ് അല്ലെങ്കിലും കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, ഐ റിയലി ലൈക്ക് ദിസ് ഡ്രസ്, ദിസ് ഇസ് എ ഡ്രസ് ദറ്റ് യു വോർ ലാസ്റ്റ് ഇയർ റൈറ്റ്, അല്ലെങ്കിൽ ലാസ്റ്റ് മന്ത് അല്ലെ ലാസ്റ്റ് വീക്ക് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നമ്മളോട് ചോദിക്കുമ്പോൾ തന്നെ നമ്മൾ ആ പഴയ കാലത്തിനെ. സോ മെയിൻറ്റെയിനിങ് യുവർ ഔട്ട്വേർഡ് ലുക്സ് ഈവൻ ഇൻ ദ ടൈം ഓഫ് ഡിഫിക്കൽട്ടീസ്. അതായത് ഒരു കാലത്ത് നല്ലതായിട്ട് നടന്നിട്ട് ഇപ്പം ഡിഫിക്കൽട്ടീസ് വന്നപ്പം ആ പഴയതുപോലെ തന്നെ ആ സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതിനെയാണ് കീപ്പ് അപ്പ് അപ്പിയറൻസസ് എന്ന് പറയുന്നത്. വൈ ദിസ് ഇസ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട് ഇസ് ബിക്കോസ് I was born and brought up in Dubai, but when we came back to India, നാട്ടിൽ വന്നു കഴിഞ്ഞപ്പം നല്ല ബുദ്ധിമുട്ടായിരുന്നു. ബ്രാൻഡഡ് ക്ലോത്ത്സ് ഒക്കെ ഓൾമോസ്റ്റ് ഒരു 18 വർഷത്തോളം ഞാൻ കണ്ടിട്ടേ ഇല്ലായിരുന്നു. ഫോർ 18 years I have not seen any branded clothing. So during those times it was very difficult for me to carry myself the way I used to carry
ഇൻ ദുബായിൽ ഞാൻ എങ്ങനെയായിരുന്നു എന്നെ തന്നെ ക്യാരി ചെയ്തിരുന്നത് അതുപോലെ തന്നെ നാട്ടിലും ക്യാരി ചെയ്യുക എന്ന് പറയുന്നത് വാസ് വെരി ഡിഫിക്കൽട്ട് ബിക്കോസ് ഐ കുഡൻറ്റ് അഫോർഡ് ദാറ്റ് കൈൻഡ് ഓഫ് ക്ലോതിങ് ഓർ ഡ്രസ്സിങ്. സോ മൈ ഡിഫിക്കൽട്ടി വാസ് ദാറ്റ് എനിക്ക് ആ ഡിഫിക്കൽട്ടി പുറത്ത് ആളുകളെ കാണിക്കേണ്ട എന്നുകൊണ്ട് ആൻഡ് ഐ വോണ്ടഡ് ടു കീപ്പ് അപ്പ് മൈ അപ്പിയറൻസ്. സോ കീപ്പിംഗ് അപ്പ് യുവർ അപ്പിയറൻസ് മീൻസ് ടു ലുക്ക് ഗുഡ് ഔട്ട്വേർഡ്ലി ഈവൻ അറ്റ് ദ ടൈം ഓഫ് യുവർ ഡിഫിക്കൽട്ടീസ് എന്നാണ്. ദിസ് ഇസ് എ വേർഡ് വിച്ച് ഐ തിങ്ക് എ ലോട്ട് ഓഫ് us വിൽ റിലേറ്റ്. ഒത്തിരി പേര് ഇതുമായിട്ട് റിലേറ്റ് ചെയ്യുന്നവരായിരിക്കും. സ്പെഷ്യലി ജോലി നേരത്തെ ഉണ്ടായിട്ട് ജോലി നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞിട്ട് പ്രോപ്പർലി ഒരു കല്യാണത്തിന് പോകുമ്പോൾ ഒരു നല്ല ഡ്രസ്സ് വാങ്ങിക്കാൻ പറ്റാത്ത ആ സിറ്റുവേഷനിലൂടെ ഒക്കെ പോകുന്ന ഒത്തിരി പേരുണ്ട്. ഒരുപാട് പേർക്ക് റിലേറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. സോ കീപ്പ് അപ്പ് അപ്പിയറൻസ് എന്ന് പറയുന്നത് ദിസ് ഇസ് വാട്ട് ഇറ്റ് മീൻസ്. ബ്രെയിൻ ഫ്രീസ് എന്ന് പറഞ്ഞൊരു സാധനം നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മളെല്ലാ കാലത്തും ഓർത്തിരിക്കുന്ന, എപ്പോഴും ഒരു കാരണവശാലും മറക്കാൻ സാധ്യതയില്ലാത്ത കാര്യങ്ങൾ പെട്ടെന്ന് മറന്നുപോയി കഴിയുമ്പോൾ നമ്മുടെ ബ്രെയിൻ കുറച്ച് നേരത്തേക്ക് സ്ട്രഗിൾ ചെയ്യും. ഇറ്റ്സ് ഓൾസോ കോൾഡ് ആസ് ബ്രെയിൻ ഫാർട്ട് എന്ന് വരെ പറയാറുണ്ട്. വെർ യു ഫുഗോട്ട് സംതിങ് ആൻഡ് ദെൻ ഓൾ ഓഫ് എ സഡൻ യു ഫിഗർ ഇറ്റ് ഔട്ട്. ചില പ്രഷറിലാണെങ്കിലും കുറച്ച് സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിലും അത് ഓർത്തെടുക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചിന്തിച്ചെടുക്കുക, ഓർത്തെടുക്കുക. ആ ഒരു സ്ട്രഗിളിനെയാണ് റാക്ക് യുവർ ബ്രെയിൻസ് എന്ന് പറയുന്നത്. നമുക്ക് പറയാം, യു ഹാവ് നോ ഐഡിയ, യെസ്റ്റർഡേ ഐ ഹാഡ് ടു റാക്ക് മൈ ബ്രെയിൻസ് അബൌട്ട് ദാറ്റ് ഫോർമർ ബിസിനസ് പ്രോജക്റ്റ് ദാറ്റ് വി ഡിഡ്. ഞാൻ ഇന്നലെ എത്ര നേരം ഇരുന്ന് ചിന്തിച്ചെന്നറിയാം. നമ്മൾ ആ പണ്ട് ചെയ്ത ആ പ്രോജക്റ്റിനെ കുറിച്ച് എത്ര നേരം ഞാൻ റാക്ക് മൈ ബ്രെയിൻസ് എന്ന് വെച്ചാൽ ഞാൻ എത്ര നേരം ചിന്തിച്ച് സ്ട്രഗിൾ ചെയ്തിട്ടാണെന്നറിയാം എൻ്റെ ഓർമ്മയിൽ നിന്ന് അതെടുത്തത്. ഐ ഹാഡ് ടു ഡു എ ലോട്ട് ഓഫ് റാക്കിംഗ് അപ്പ് ഓഫ് മൈ ബ്രെയിൻസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒത്തിരി ചിന്തിക്കേണ്ടി വന്നു. ഞാൻ ഒത്തിരി സ്ട്രഗിൾ ചെയ്തു ആ കാര്യം ഓർത്തെടുക്കാൻ എന്നൊക്കെ പറയുമ്പം റാക്ക് യുവർ ബ്രെയിൻസ് എന്ന വേർഡ്, അല്ലെങ്കിൽ വേർഡ് അല്ല, ഇറ്റ്സ് എൻ ഇഡിയോമാറ്റിക് ഫ്രേസ് നമുക്ക് ഉപയോഗിക്കാം.